സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറയാൻ വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പേരുകളെ മുശ്രിക്കാക്കുക, കാഫിറാക്കുക തുടങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഇനി ഇതോടൊപ്പം അപ്പോൾ സഹോദരന്മാരെ, ഒരാളെയാണ് നമ്മൾ ജീവിതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിച്ച് പറയുന്നു, മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളെ മുശ്രിക്കാക്കി, കാഫിറാക്കി, ആ കാര്യത്തെ ബോധിപ്പിക്കുന്നതാണ് ഞാനിവിടെ നിങ്ങളിട്ട് കേൾപ്പിച്ചെന്ന ക്ലിപ്പിങ്ങുകളെല്ലാം. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ നിങ്ങൾ ശാന്തമായി ശ്രദ്ധിക്കണം. വിഷയം പഠിക്കാൻ വന്ന ആളുകൾ ശാന്തമായി ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ ശാന്തമായി ശ്രദ്ധിക്കണം. നമ്മുടെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുക. എന്നാൽ സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ അള്ളാഹു നരകത്തിലാണ് എന്ന് ഖുർആനിലൂടെ പറഞ്ഞു തന്ന, അള്ളാഹു വിഗ്രഹാരാധകരാണ് എന്ന് അള്ളാഹു പറഞ്ഞു തന്ന, നിഷേധിയാണ് എന്ന് അള്ളാഹു പറഞ്ഞു തന്ന ഇബ്രാഹിം നബിയുടെ ബാപ്പ ആസർ സ്വർഗസ്ഥനാണെന്നും വിഗ്രഹാരാധകനല്ലെന്നും ഇവര് എഴുതുന്നുണ്ട്. സാധാരണ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ആരോപിക്കുന്ന എന്താ? മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുന്നില്ല എന്നും ആരാണ് കാഫിറാക്കുന്നതെന്നും ആരാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും നിങ്ങൾക്ക് ഞാൻ കൃത്യങ്ങളോട് ബോധ്യപ്പെടുത്തി തന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മുഹീദ്ദീൻ മാലയുടെ മുസ്തഫൽ ഫൈസി എഴുതിയ മുഹീദ്ദീൻ മാല പരിചയപ്പെടുത്തുകയാണ്. അതിൽ പറയുന്നത് അബൂ താലിബ് മോക്ഷം ലഭിച്ച് സ്വർഗത്തിലെത്തുന്ന ആളാണ്, അല്ലാതെ കാഫിറായി മരിച്ച ആളല്ല എന്നാണ്. അതുപോലെ ഇബ്രാഹിം നബിയുടെ ബാപ്പ അദ്ദേഹം യഥാർത്ഥത്തിൽ വിഗ്രഹാരാധകനല്ല, ഖുർആൻ അങ്ങനെ പറയുന്നില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും അപകടം പിടിച്ച വാദം നമുക്കല്ല, മറുഭാഗത്തിന് പറയലല്ല, തെളിവില്ലാത്ത കാര്യങ്ങൾ പറയലല്ല. ആസർ ആര് എന്ന് ചോദിച്ചിട്ട് ഇതിൽ 7-ാം അധ്യായമുണ്ട്. ആസറാര് എന്ന് ചോദിച്ചിട്ടൊരു അധ്യായം മുശ്രിക്കിനെ മുഅ്മിനാക്കുന്ന, നരകാവകാശിയെ സ്വർഗാവകാശിയാക്കുന്ന അത്ഭുതകരമായ കാര്യമാണ് നമ്മൾ ഈ പണ്ഡിതന്മാരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹീദ്ദീൻ മാലക്ക് പരിഭാഷ എഴുതിയപ്പോഴാണത്രേ അദ്ദേഹത്തിന് ഖുർആന് പരിഭാഷ എഴുതണമെന്ന് തോന്നിയത്. മുഹീദ്ദീൻ മാല കള്ളമാണെങ്കിൽ ഖുർആനും കള്ളമാണ് എന്ന് എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അത് മാത്രവുമല്ല, അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നതിന് യാതൊരു തെളിവുമില്ലെന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടുക മഹാന്മാരോട് ചോദിച്ചാലാണ് എന്നത് ഖുർആനും സുന്നത്തും നിഷേധിക്കുന്നില്ലെന്നും ഈ പുസ്തകത്തിൽ എഴുതിയ വ്യക്തിയാണ് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ നിങ്ങൾക്ക് 7-ാം അധ്യായത്തിൽ വായിക്കാം. ഇബ്രാഹിം നബിയുടെ പിതാവായ ആസർ ബിംബാരാധകനായിരുന്നെന്ന് ഖുർആൻ പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, എങ്കിൽ അവിടെ വെച്ച് നബിയുടെ പരമ്പരയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടല്ലോ. ആലോചിച്ചു നോക്കൂ, ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ വിഗ്രഹാരാധകനായിരുന്നില്ല എന്ന ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം ഈ പരിഭാഷയല്ലേ ഇവർ അവലംബിക്കുന്നതും? ഈ മുഹീദ്ദീൻ മാലയുടെ 400-ാം വാർഷികമല്ലേ ഇപ്പോൾ ആഘോഷിക്കുന്നതും? ഈ മുഹീദ്ദീൻ മാലക്ക് പരിഭാഷ എഴുതിയപ്പോ മുസ്തഫൽ ഫൈസി പറയുന്നത് ഇബ്രാഹിം നബിയുടെ പിതാവ് വിഗ്രഹാരാധകനല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിവിടെ അവതരിപ്പിച്ച എല്ലാ വിഷയങ്ങളും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഓരോന്നായി അവതരിപ്പിക്കാൻ നമുക്ക് പെർമിഷനും സമയവുമില്ല. നമ്മുടെ സമയത്തിന്റെ 20 മിനിറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം. നോക്കൂ, അടുത്തതിൽ 83-ാമത്തെ പേജിൽ പറയാം, അബൂ താലിബ് വിശ്വാസിയാണെന്നും അവർക്ക് പാരത്രിക മോക്ഷമുണ്ടെന്നും സ്ഥാപിച്ച് അല്ലാമ സൈനി ദഹ്ലാൻ അതുപോലെയുള്ള മഹാന്മാര് പിന്നെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്ന അതിന്റെ പശ്ചാത്തലം തന്നെ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ സുന്നി പരിഭാഷയിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യം വായിച്ചു ബോധ്യപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ സൂറത്ത് ഖസസ് 28-ാം അധ്യായം 56-ാമത്തെ ആയത്ത്, സൂറത്ത് ഖസസിലെ 58-ാമത്തെ ആയത്തിലൂടെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അദ്ദേഹം നമുക്ക്
തെളിവുകൾ നിരത്തി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലും ഒന്നാമതായി നമുക്ക് പരിശോധിക്കാനുള്ളത് 19-ാം അധ്യായം. ആദ്യമായി അത് പറഞ്ഞുകൊണ്ടാവാം 28-ാം അധ്യായം നിങ്ങൾ നോക്ക്. 19-ാം അധ്യായം ഇബ്രാഹിം നബിയുടെ പിതാവിനെ സംബന്ധിച്ച് സുന്നി പരിഭാഷയിൽ എഴുതുകയാണ്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. 413-ാമത്തെ 17-ാമത്തെ പേജിൽ ഇബ്രാഹിം നബിയുടെ പിതാവ് യാബത്തി എന്ന് പറഞ്ഞ് യാബത്തി 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 എന്ന് 42 മുതൽ ഏറെക്കുറെ നമ്മൾ 49 വരെയുള്ള ആയത്ത് വായിക്കുക. അതിന്റെ പരിഭാഷയിൽ KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് വിഗ്രഹാരാധനയിൽ മുളച്ചു വളർന്ന ആളായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവായിരുന്ന ആസർ. എന്നാൽ പിതൃബഹുമാനം ഒട്ടും കുറക്കാതെ എന്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, ഇനി കേട്ടോളൂ, ഇവിടെ ആരാധ്യ വസ്തു കേവലം ശിലകളാണ്, മനുഷ്യർ കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങൾ. എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ വല്ലതും കാണാനോ കേൾക്കാനോ കഴിയാത്ത ഈ കല്ലുകൾക്ക് പിതാവേ അങ്ങ് എന്തിനാണ് ആരാധ്യ അർപ്പിക്കുന്നത് എന്നാണ് പ്രിയമകന്റെ ചോദ്യം. അപ്പൊ ഇബ്രാഹിം നബി ബാപ്പാനെ മനസ്സിലാക്കിയത് എന്താ? അദ്ദേഹം വിഗ്രഹാരാധകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, മുസ്തഫൽ ഫൈസി ഈ മൊയ്തീൻ മാലയിൽ പറയുന്നത് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ വിഗ്രഹാരാധകനല്ല. നോക്കണം, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെതിരാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഊഹമാണ്, ഞങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആരോപണം തെളിവില്ലാത്തതാണ്, ഞങ്ങളുടെ പ്രമാണബദ്ധമായാണ്. നിങ്ങളുടെ തെളിവുകളാണ് ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത്. നിങ്ങൾ പേരെടുത്ത് കാഫിറാക്കിയ ആരൊക്കെ മുശ്രിക്കാൻ നിങ്ങൾ പറഞ്ഞ, അതുപോലെ തന്നെ നോക്കൂ, മുശ്രിക്കായ മനുഷ്യരെ നിങ്ങൾ മുവഹിദാക്കി. ഇത് നിസാരമല്ല. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആദരപൂർവ്വം വായിക്കുന്ന മുസ്തഫൽ ഫൈസിയുടെ പരിഭാഷയിലായിട്ടുള്ളത് എന്ത്? ഇബ്രാഹിം നബിയുടെ പിതാ. ഇബ്രാഹിം നബി പറയാ, ബാപ്പാ നിങ്ങൾ എന്തിനാ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? യാ ബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ എന്ന് ബാപ്പാനോട് മകൻ പറയുന്നതായി സൂറത്ത് മറിയം 19-ാം അധ്യായം 42-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയാ. ഇബ്രാഹിം നബി അദ്ദേഹത്തോട് പറയാ, മഹാദിഹി തമാസീലുല്ലത്തി വഅൻതുല്ലഹാ കിഫൂൻ സൂറത്ത് അംബിയായിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയെല്ലാം ഖുർആൻ ബോധിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ വിഗ്രഹാരാധകനാണ്, അദ്ദേഹം സ്വർഗ്ഗസ്ഥന. ഇവര് പറയുന്നത് അദ്ദേഹം വിഗ്രഹാരാധകനായിരുന്നില്ല. ഇതാണ് പ്രശ്നം. ഇത് ഗൗരവമായി മനസ്സിലാക്കണം. ഇനി അബൂ താലിബിനെ കുറിച്ചുള്ള പരാമർശം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, സൂറത്ത് ഖസസ് KV മുഹമ്മദ് മുസ്ലിയാർ തന്നെ അദ്ദേഹത്തിന്റെ പരിഭാഷ 351-ാമത്തെ പേജ്. KV മുഹമ്മദ് മുസ്ലിയാർ നോക്കൂ നിങ്ങൾ, ഖുർആൻ കേട്ട മാത്രയിൽ വേദക്കാരിലുണ്ടായിരുന്ന പ്രതികരണം ചൂണ്ടിക്കാണിച്ച ശേഷം നബിയുടെ സ്വന്തം നാട്ടുകാരും കുടുംബക്കാരുമായ ചിലരുടെ നിലപാടിനെ കുറിച്ച് പ്രസ്താവിക്കുകയും അവരുടെ പ്രതികൂല മനോഭാവത്തിൽ നബിക്കുണ്ടായ മനക്ലേശത്തെ പറ്റി സമാധാനപ്പെടുത്തുകയുമാണ്. അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം ബാലനായിരുന്ന നബിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും സ്വന്തം സന്തതികളെക്കാൾ വാത്സല്യത്തോടെ അത് നിർവഹിക്കുകയും നബിക്ക് വളരെയധികം സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത ആളായിരുന്നു പിതൃവ്യൻ അബൂ താലിബ്. തന്നിമിത്തം നബി അദ്ദേഹത്തെ നന്നായി സ്നേഹിച്ചു. അബൂ താലിബ് മരണവാസന്നമായപ്പോൾ നബി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് തൗഹീദിന്റെ വചനം ഉച്ചരിക്കുവാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിങ്കൽ ഞാൻ സാക്ഷിയായിക്കൊള്ളാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ പിതൃവ്യൻ തന്റെ പഴയ മാർഗത്തിൽ തന്നെ മൃതി അടയുവാനാണ് ഇഷ്ടപ്പെട്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖിപ്പിച്ചു എന്നത് സ്വാഭാവികമാണ്. ഈ അവസരത്തിലാണ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ എന്ന 56-ാം വാക്യം അവതരിച്ചത്. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം. ആലോചിച്ചു നോക്കൂ, ഇവര് മുശ്രിക്കുകളെ മുവഹിദാക്കി. ഇത് കൃത്യമായ രേഖയാണ്, കൊടുംപാതകം ചെയ്തതിന്റെ രേഖയാണ്. മുജാഹിദുകളുടെ പേരിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനേ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ, തെളിവ് നിരത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഒരുപാട് തെളിവുകൾ, അനവധിയായ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഓരോ എത്ര തെളിവുകളാണ് ഇതിൽ നിരത്തുന്നത് അറിയോ? സൂറത്ത് തൗബയിൽ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. പിതൃവ്യൻ അബൂ താലിബ് മരണമാസന്നമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മരണശയ്യക്കരികെ ചെന്നു. അബൂജഹലും അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നബി പറഞ്ഞു, പ്രിയപ്പെട്ട പിതൃവ്യ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, എങ്കിൽ അല്ലാഹു നമ്മിൽ അതുവഴി താങ്കൾക്ക് വേണ്ടി വാദിച്ചു നോക്കാൻ എനിക്ക് സാധിക്കും. ഉടനെ അബൂജഹലും അബ്ദുല്ലയും ഇടപെട്ടു. അബൂ താലിബ്, താങ്കൾ അബ്ദുൽ മുത്തലിബിന്റെ മതം കൈവെടിയുകയാണോ? അങ്ങനെ നബി